ഈ കള്ളുകൂടിന് പറ്റാൻ പോകുന്ന അപകടം നിങ്ങൾ നോക്കിയിരുന്നു. സംഭവം അടിച്ച് ഫിറ്റായിട്ട് നമ്മുടെ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്യാൻ നോക്കുക, ആളിങ്ങനെ കുഴ ആടിയാടിയാ പോകുന്നത്. പക്ഷെ ട്രെയിൻ ഏകദേശം അടുക്കാറായപ്പോഴത്തേക്കിനും പുള്ളിക്കാരൻ കാല് വഴുതി അവിടെ അങ്ങ് വീണിട്ട് നമ്മുടെ തലങ്ങണയ്ക്ക് പകരം ഈ റെയിൽവേ പാളം വെച്ച് പുള്ളിക്കാരൻ എങ്ങനെ കിടന്നു. അപ്പൊ ട്രെയിൻ അടുത്ത് വന്നോണ്ടിരിക്കുക, ഏത് നിമിഷവും പുള്ളിക്കാരനെ ഇടിക്കാം. യെസ്, പുള്ളിക്കാരനെ ഇടിച്ച് വലിച്ചഴച്ച് പുള്ളിക്കാരൻ ഇങ്ങനെ കടന്ന് പൂച്ച ഉരുളുന്ന കണക്ക് ഉരുണ്ട് വന്ന്. പക്ഷെ വണ്ടി നിർത്തിയപ്പോഴത്തേക്കിന് ആൾക്കാരൊക്കെ ഓടി വന്ന് നോക്കിയപ്പോ ഇയാൾക്കൊരു കുഴപ്പമില്ല. ഇയാളിലെ പൂച്ചയൊക്കെ വന്ന് വീണ് എഴുന്നേറ്റ് പോകുകയാണെങ്കിൽ ഈസി ആയിട്ട് എഴുന്നേറ്റ് നടന്നു പോകുക. സംഭവം ഒന്നുമല്ല, ഈ വെള്ളം അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിക്കാരന്റെ ബോഡി മസിൽസും കാര്യങ്ങളും ബോൺസ് ജോയിന്റ്സ് എല്ലാം ഭയങ്കരമായിട്ട് റിലാക്സ്ഡ് ആയി കിടക്കുക. എന്നുവെച്ചാൽ ഒരു വെള്ളം പോലെ, ബി വാട്ടർ മൈ ഫ്രണ്ട്, പണ്ട് ബ്രൂസിലി പറഞ്ഞു കൊടുക്കുക. അപ്പം വെള്ളം പോലെ എന്ന് പറഞ്ഞതുപോലെ പുള്ളിക്കാരൻ അങ്ങനെ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് മസിൽസ് ഒക്കെ കിടന്നതുകൊണ്ട് തന്നെ ഈ ട്രെയിൻ ഒന്നും കയറുമ്പോൾ പുള്ളിക്കാരൻ ഇടിച്ച് ഒന്നില്ല, രണ്ട് കഷ്ണമൊന്നും ആയിപ്പോയില്ല. പുള്ളി ഇങ്ങനെ അതിന്റെ കൂടെ തന്നെ ഉരുണ്ട് ലൈക്ക് പൂച്ച പോലെ ഇങ്ങനെ കിടന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരന്റെ കൈക്ക് ചെറിയൊരു മുറിവ് പറ്റിയതല്ലാണ്ട് പുള്ളിക്കാരൻ ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്ന് കാര്യം നിങ്ങൾ വെള്ളം അടിക്കാനല്ല പറയുന്നത്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. ഈ പുള്ളിക്കാരൻ ഈ ഒരു അവസ്ഥ വരാൻ കാരണം തന്നെ മദ്യപാനമാണ്. മദ്യവെച്ചതുകൊണ്ടാണ് പുള്ളിക്കാരന്റെ ബോധം പോയതും റെയിൽവേ ക്രോസിൽ കിടന്നതും. എന്നാൽ ഈ മദ്യവെച്ചത് കൊണ്ട് തന്നെയാണ് പുള്ളിക്കാരൻ രക്ഷപ്പെട്ടതെന്ന് പറയുന്നത് അത് വല്ലാത്തൊരു കഥ തന്നെയാണ്. പക്ഷെ പുള്ളിക്കാരനെ പോലെ എല്ലാവരും ലക്കാവണമെന്നില്ല. പിന്നെ ഇത് പുറത്ത് എവിടെ നടന്ന സംഭവം, നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ കിടക്കുവാണെങ്കിൽ കഷ്ണമായി പോത്തതേ ഉള്ളൂ, ഇറച്ചിക്കകത്ത് മണ്ണ് പറ്റും.